ജീവിതത്തിൽ എല്ലാവർക്കും നല്ല ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ ഒരു എന്താ പറയുക പ്രത്യേക എനർജിയെല്ലാം ഉണ്ടാവും അല്ലെ, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃത്യമായ ലക്ഷ്യമുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രേമ ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം? ഭയങ്കര കോൺഫിഡന്റ് ആണ്. എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനത് പ്രോമിസ് വീട്ടിലുകാർ കൊടുത്തിട്ട് വന്നതാണ്. ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നത് ഞാൻ പ്രോമിസ് കൊടുത്തിട്ട് വന്ന എനിക്കത് പാലിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോ. ചേച്ചിക്ക് ഇപ്പം ഏജ് 50 വയസ്സുണ്ട്. ഈ ഒരു ഏജിലാണ് പിന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് ഒറ്റക്ക് ഓടിക്കണം എന്നുള്ള വാശിയിലാണ്. ശരിക്കും ജീവിതത്തിലൊരു വാശിയൊക്കെ ഉണ്ടല്ലേ ചേച്ചി? ഫുൾ വാശിയിലാണ്. അപ്പം ആ കാര്യം സാധിച്ചെടുത്തു. ഇപ്പൊ നമ്മള് നല്ല ടൗണിലൂടെ ഓടിച്ചു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു 5 മണിക്കൂർ കൊണ്ട് ഓക്കെ ആവും. സ്വാഭാവികമായിട്ടൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു സമയം കൊണ്ട് എങ്ങനെ ഓക്കെ ആവാന്ന്. പക്ഷെ ഇപ്പൊ ഇതാ 5 മണിക്കൂറൊന്നും ആയില്ല, ആവാൻ പോകുന്നത്രേ. ചേച്ചി ഇപ്പൊ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പൊ അത്ര ഈസിയാണ് കാര്യങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതിപ്പോ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഈ സംഭവം ഓക്കെ ആണെന്ന്? അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടോ പഠിക്കുന്നതെല്ലാം തെറ്റാണെന്ന് ഓട്ടിച്ചു തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതുവരെ കുറെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു. പറഞ്ഞു തന്നതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും കേറുന്നതിന് മുമ്പേ തന്നെ പഠിച്ചാല് ബെസ്റ്റ് ഡ്രൈവർ ആവാം. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കഴിഞ്ഞ് വന്നാൽ മൊത്തം കൺഫ്യൂഷൻ ആയി പോകും നമ്മള്. അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തലയിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തു വന്നിട്ട് എന്റെ ക്ലാസ്സിന് വന്നാൽ മതി. ഞാനിപ്പോ ചേച്ചിയോട് പല സമയത്തും പറഞ്ഞു അതൊന്നുമല്ല, ആ പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട, പുതിയ രീതിയിൽ നമ്മൾ ചെയ്യാം. അപ്പം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ഒരു മെത്തേഡ് നമ്മള് ഒരു പ്രത്യേക മെത്തേഡിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമായിട്ട് തോന്നും. ചേച്ചി ശരിക്കും എൻജോയ് ചെയ്ത് ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഭയങ്കര ടെൻഷനിലായിരുന്നു. രാവിലെ വരുമ്പോഴുള്ള മുഖം ഞാൻ കണ്ടു. ഭയങ്കര ടെൻഷനിലായിരുന്നു രാവിലെ വന്നത്. ചേച്ചിയുടെ മകനുണ്ടായി കൂടെ വരുമ്പോ. അപ്പം വല്ലാണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ടെൻഷൻ മാറി ആ ഫേസിൽ വരുന്ന മാറ്റം നമുക്ക് മനസ്സിലായി. ഇപ്പൊ പോകാനാകുമ്പോഴേക്കും ഓക്കെയാണ്. ഞാൻ തന്നെ പോയിക്കോന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നമുക്ക് അറിയാം ചേച്ചിക്ക് പോകാൻ പറ്റൂല്ലേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടുന്നത് റിസ്ക് ആണെന്ന് തോന്നൂലേ. പക്ഷെ റിസ്ക് ഇല്ല, കാര്യം മനസ്സിലായി. ക്ലച്ചിന്റെ കേസിലും പിന്നെ ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്തു. ഇതുവരെ ചെരുപ്പിടാണ്ട് ഡ്രൈവ് ചെയ്തതാണല്ലേ? ചെരുപ്പിടാണ്ടാണ് പഠിപ്പിച്ചത്. ഊരിടാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്തു. അത് വലിയ കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള മെത്തേഡാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. ചെരുപ്പിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ചെരുപ്പിടാണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, സ്ട്രെയിൻ ആവും. യാതൊരു പ്രശ്നമില്ല. പിന്നെ സീറ്റിംഗ് പക്ക ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ആദ്യം പറഞ്ഞിരുന്നു ചേച്ചി എനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആയിട്ട് പറ്റുന്നില്ല, ക്ലച്ച് ചവിട്ടി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് പ്രശ്നം പറഞ്ഞിരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോളിന്റെ കേസ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് ടക്ക് ടക്കെന്ന് ഗിയർ മാറ്റി. പറഞ്ഞു തന്ന ഒരു മെത്തേഡ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനുള്ള കഴിവ്, അതാണ് സാറിന്റെ വിജയം. അതില്ലാന്ന് പറയാനേ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് പഠിച്ചിട്ടുണ്ട് ഓരോരുത്തരടുത്ത്. എനിക്ക് ഒരാള് പറഞ്ഞു തരുന്നതല്ല, മറ്റൊരാൾ പറയുന്നത്. പോയിട്ടുണ്ട് 2-3 അടുത്ത് പഠിക്കാൻ പോയി പരാജയപ്പെട്ട ആളാണ് ഞാൻ. സ്വന്തം ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോ ഇത് സാറിന്റെ അടുത്ത് നോക്കാന്ന് വിചാരിച്ചു. ഇനി മര്യാദക്ക് വീട്ടിലിരുന്ന് ആരെങ്കിലും വിളിച്ചോട്ടിക്കാന്ന് കരുതി, അല്ലാണ്ട് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ എന്തായാലും സാറിന്റെ വീഡിയോസ് വർഷങ്ങളായി കാണുന്നുണ്ട് ഞാൻ. അപ്പൊ പിന്നെ ഇതൊരു ലാസ്റ്റ് ചാൻസ് ഞാൻ എടുത്തതാണ്. എന്തായാലും ആ ചാൻസ് വിജയിച്ച്, ആ ചാൻസ് എടുത്തോണ്ട് രക്ഷപ്പെട്ടില്ലേ? തീർച്ചയായും എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം ഞാൻ കൂടുതൽ പറഞ്ഞ ചിലപ്പോ ഞാൻ കരഞ്ഞു പോകും. ഇത് എന്റെ ക്ലാസ് വരുന്ന മിക്ക ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എന്താ വെച്ചാല് ഞാനിപ്പോ കുറെ ക്ലാസ് തിരുവനന്തപുരത്ത് എടുത്ത് കണ്ണ് നിറഞ്ഞു പോയവരാണ് കൂടുതലും. പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണൂല. ഞാനൊന്നും വീഡിയോയിൽ എടുക്കൂല. ചിലവര് നിർബന്ധിച്ച് ആരെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാറില്ല. ഞാൻ ചേച്ചിയോടും ചോദിച്ചു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ മതി, അങ്ങനെ ഒരു ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ജീവിതത്തിൽ നടക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് ഭയങ്കര. എന്താ വെച്ചാൽ ഇതുവരെ ഇനി നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് നടക്കുന്നത്. അപ്പം ആർക്കും പറ്റൂ. ഇതായിപ്പോ ചേച്ചിനെ പറഞ്ഞ് ട്രൈ ചെയ്താൽ പറ്റും. ഇപ്പൊ ചേച്ചി ആരും ഇപ്പൊ റെഫർ ചെയ്തു പറഞ്ഞു എനിക്ക് ഇതേപോലെ ഒരാളുണ്ട്, ഞാൻ കോണ്ടാക്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഓക്കെ, നമുക്ക് സന്തോഷം തന്നെ. പക്ഷെ എന്റെ ഒരു കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എടുക്കുന്ന ജോലി നല്ല ഭംഗിയായി ചെയ്യണമെന്നുണ്ട്. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് നിർബന്ധമാണ്. അപ്പം
ക്ലയന്റ് ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഓൾവേസ് ഹാപ്പി ആയിരിക്കുമല്ലോ. തീർച്ചയായും ഹാപ്പി ആവും. നിങ്ങൾ സാറിന്റെ വീഡിയോസ് കണ്ടാൽ മാത്രം മതി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആണെന്ന്. പിന്നെ ഇവിടെ വന്ന് സാറിന്റെ ഒരു ട്രെയിനിങ്ങും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം, നമുക്ക് റോഡിൽ ഇറക്കി ഓടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം പ്രേമ ചേച്ചി എത്രത്തോളം ഹാപ്പി ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. ഇപ്പൊ ഒറ്റയ്ക്ക് ആണാണ്. ശരിക്കും ആദ്യം വീഡിയോ എടുക്കണ്ടേ വരുമ്പോ, എന്നാലും ആ ഡിഫറൻസ് മനസ്സിലാവും. അതെ അതെ അതെ, മൊത്തത്തില് ഞാൻ വിറച്ച ശരീരമെല്ലാം തണുത്ത് ആ പരുവത്തിലാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത് തന്നെ. എനിക്ക് തോന്നി രാവിലെ തന്നെ. പിന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായി ഇതെന്താവും. പക്ഷെ കുറച്ച് ഒരു 1 hour കഴിയുമ്പോ തന്നെ മാറിയില്ലേ? അതിനൊരു മെയിൻ കാരണം സാറ് തന്നെയാണ്. കാരണം നമുക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ ക്ഷമയോടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും എന്നുള്ളതിന്റെ തെളിവാണ്. അതെന്തും പഠിക്കാനും പറ്റും. അത് സത്യം. അത് ഞാൻ എന്റെ ജീവിതത്തിലും കുറെ അനുഭവിച്ചു. നമ്മളൊരു വിദ്യ പഠിക്കാൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നല്ലൊരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. അത് ശരിയോ? അത് പറഞ്ഞ കറക്റ്റാണ്. നമ്മളിപ്പം ആളെ കുറെ ടെൻഷൻ എടുപ്പിച്ചിട്ട് അത് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഉള്ളതില്ലാണ്ടാവും. സത്യമാണ്. കാരണം ഞാൻ പഠിച്ചിട്ടുള്ള ഒരു അറിവ് വെച്ച് പറയുകയാണ്, ഇത്രയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അത് മനസ്സിലാക്കി തരാൻ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ഉപയോഗിക്കണം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്ന് ചിരിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല. കാരണം 3-4 ഞാൻ പോയത്. പിന്നെ ഇതൊരു ലാസ്റ്റ് ചാൻസ്, ഇവിടെ വെച്ച് നിർത്തും എന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇവിടെ ഞാൻ തുടക്കം, എന്റെ അടുത്ത ഒരു ലൈഫിന്റെ തുടക്കമാണ് ഇതൊന്ന്. കാരണം നമ്മൾ ഭയങ്കര ഫ്രീ ആയ പോലെ തോന്നും ഇല്ലേ? നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നില്ലൊരു മനസ്സിനൊരു ധൈര്യമൊക്കെ വരും. എന്നെ കൊണ്ട് ആവും, എന്നെ കൊണ്ട് പറ്റുന്നില്ല തോന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ പോയിക്കോളും, റെഡി ആയിക്കോളും. അപ്പം ഇതേപോലെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് ഡേറ്റ് കിട്ടില്ല. സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ചേച്ചിയുടെ ഹാപ്പി അല്ലെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അപ്പോഴത്തെ പോലെ എനിക്കറിയാം. എല്ലാവരും ചോദിക്കും ഹാപ്പിയാണ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓടിച്ച് എന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ മോന്റെ മുഖം കാണാനാണ് എനിക്ക് ആഗ്രഹം. അതാണ് അതും വെച്ചിട്ടായി ഇരിക്കുന്നില്ല. ഓക്കെ, ഞാൻ അധികം എനിക്കൊന്ന് കാണണം. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെ അല്ലേ? അങ്ങനെ പഠിച്ചു വരണമെന്നൊക്കെ പറഞ്ഞു. മതി അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ചെടുത്താൽ അവനൊരു വലിയ ബുദ്ധിമുട്ട് ഒഴിവാകും. അതെ, അല്ലെങ്കിൽ എപ്പോഴും കൂടെ എപ്പോഴും എവിടെ പോണെങ്കിലും അവനെ ആശ്രയിക്കണം. അത് അവനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആവശ്യത്തിന് അവനെ കിട്ടണം എന്നില്ല. കാരണം അവന്റെ സൗകര്യത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ. അതെല്ലാവർക്കും പേരൻസിന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അതിപ്പോ. ജനറലി മക്കളെ കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ആക്കാൻ കഴിയില്ല. ഓക്കെ, വയസ്സൊരു പ്രശ്നമല്ല, ആരോഗ്യം ഉണ്ടെങ്കിൽ മതി. ഇതായിപ്പോ ചേച്ചി തന്നെ ഇപ്പൊ എക്സാമ്പിളാണ്, അന്നൊരു കുഴപ്പമില്ല. ഇവിടെ 75 86 വയസ്സുള്ളവരൊക്കെ എന്റെ ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ചേച്ചിയെല്ലാം 50 പറഞ്ഞു. അപ്പൊ ഒരു വയസ്സേ അല്ല. എന്തായാലും ഇത് ഞാൻ വയസ്സിന്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ 10-23 വയസ്സുള്ള ആളുകളൊക്കെ വന്നിട്ട് അയ്യോ എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാ ചേച്ചിനെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കൂ. അതിനൊക്കെ എന്താ പറയേണ്ടത്, പ്രത്യേക ഒരു എനർജി കിട്ടണം നിങ്ങൾക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ. അതിനാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എന്തായാലും കൂടുതൽ ബ്ലോഗ്സൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ചേച്ചി, എന്തായാലും ഫീഡ്ബാക്ക് വീഡിയോ തന്നതിന്. ഓക്കെ, താങ്ക് യു, ബൈ.